ഷുഗർ ഫ്രീ ബിരിയാണി, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്നതാണ്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പക്ഷികൾക്ക് കൊടുക്കുന്ന തിന, അതുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വയ്ക്കണം. ആദ്യം 2 മണിക്കൂറെങ്കിലും. ഒരു ഗ്ലാസ് മില്ലറ്റാണ് ഞാൻ എടുത്തത്. ഒരു ഗ്ലാസ് തിന 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ കൂടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, ഞാനിതിലിപ്പോൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റുകൾ ഇട്ട്, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് സവാള വറുത്തതും കൂടി ചേർക്കുന്നുണ്ട്. സവാള വറുക്കുന്നത് എയർ ഫ്രയറിലാണ് വറുത്തിട്ട് എയർ ഫ്രയർ വറുത്ത് ചേർത്ത് അതിനുശേഷം ഒരു ചിക്കൻ പീസും ചേർത്ത്. ഇതിൽ ചിക്കൻ പീസ് അതിൽ കൂടെ കിടന്ന് വേകുന്നു. ചോറിൻ്റെ കൂടെ ചിക്കൻ പീസും കൂടെ ചേർന്ന് വേകുമ്പോൾ അതൊരു നല്ല ടേസ്റ്റാവും. വേറെ കൃത്രിമമായിട്ട് ഒരു എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. ഇതാണ് സവാള വറുത്തത്. അത് എണ്ണയില്ലാതെ വറുത്തതാണ്. എയർ ഫ്രയറിൽ എണ്ണയില്ലാതെ വറുത്ത്. ഇതിൽ കുറച്ച് സവാള കൂടെ ചേർക്കും. അത് കഴിഞ്ഞ് 2 വിസിലടിക്കുമ്പോൾ കിട്ടുന്ന രൂപം ഇതാണ്. ചിക്കനും ചോറും അതിൻ്റെ കൂടെ വെന്ത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊന്നും വിഷമിക്കേണ്ട, അവർക്കും സുഖമായിട്ട് ബിരിയാണി കഴിക്കാം, ആസ്വദിച്ച് തന്നെ കഴിക്കാം. ചോറല്ല ഇത്. ടേസ്റ്റ് സൂപ്പർ. തിനായോണ്ടാണ് അഭിപ്രായം ചോദിച്ചത്. അവർ സൂപ്പർ എന്ന് പറഞ്ഞു. ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാവൂലേ? ഇത് എന്തായാലും ഇതാണ് തിന കൊണ്ടുള്ള ബിരിയാണി. അപ്പോൾ ഷുഗർ ഉള്ളവരും പേടിക്കേണ്ട. ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്ന കേസാണ്. ഇത് 1 കിലോയ്ക്ക് 120 രൂപയാണ് ഈ പോളിഷ് ചെയ്ത തിന. പക്ഷിക്ക് കൊടുക്കാനുള്ള തിനയാണെങ്കിൽ 50 രൂപയ്ക്ക് കിട്ടും. ഇത് 1 കിലോ വേണമെങ്കിൽ 120 രൂപ കൊടുക്കണം. അതാണ് ഈ പോളിഷ് ചെയ്ത്, അതായത് തൊലിയെല്ലാം കളഞ്ഞ തിന വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ തിനയിൽ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചിക്കനും നല്ലപോലെ വെന്തിട്ടുണ്ട്. ചിക്കനും തിനയും കൂടെ ഒന്നിച്ചാണ് വേവിച്ചെടുത്തത്. ആ രണ്ടും കൂടെ വേകുമ്പോൾ ആ ടേസ്റ്റ് ഇതിൽ പിടിക്കും. ഇറച്ചി വെന്ത ടേസ്റ്റും കൂടെ ആ ചോറിൽ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. പിന്നെ ലേശം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൽ മസാലയെല്ലാം വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ആ ഇറച്ചി ഈ ചോറിൻ്റെ കൂടെ വേകുമ്പോഴുള്ള ടേസ്റ്റാണ് ഇതിൽ എടുത്ത് നിൽക്കുന്നത്. വേറെ വലുതായിട്ട് നെയ്യോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ ഇറച്ചി ഈ വെള്ളത്തിൽ കിടന്ന് വേവുന്നു, ആ വെള്ളത്തിൽ അരി വേവുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു.